Hari Om, Swamini. Now, the term ഇന്ന് നമ്മൾ കൺഫൈൻ ടു ദ ടേം അബ്സല്യൂട്ട്. term absolute. അപ്പോ ഈ ആബ്സല്യൂട്ട് ടേമിന് ഒരു സെർട്ടിറ്റ്യൂഡ് വരണം. അതിന്റെ ആബ്സല്യൂട്ട് സയൻസ് മസ്റ്റ് സീക്ക് സച്ച് ആൻ ആബ്സല്യൂട്ട് സെർട്ടിറ്റ്യൂഡ്. അത് വരണം. rather than fixing our notion on the absolute, rather than in philosophical terms, in scientific terms കൂടെ നമുക്കത് വേണം. അങ്ങനെയാണ് ഈ വർക്ക് ഓറിയന്റ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെ വരുമ്പോൾ നാച്ചുറലി അപ്പോ സയന്റിസ്റ്റ്സ് എങ്ങനെയാണ് ഈ ഒരു ടേം ആബ്സല്യൂട്ട് അവരതെങ്ങനെ വ്യൂ ചെയ്യുന്നതെന്ന് ആണ് ഇന്നത്തെ ആ ടോക്ക്. അപ്പോ അതിനകത്ത് ആ ആദ്യത്തെ പാർട്ടിന് ഒരുവിധം പറയാൻ പറ്റും. കാരണം നമ്മൾ കെമിസ്ട്രിയിലും പഠിപ്പിക്കുന്നതാണ്. എങ്ങനെയെന്ന് പറഞ്ഞാല് ഇവര് പറയുന്നത് സയന്റിസ്റ്റ് ആ വാക്ക് ഉപയോഗിക്കുമ്പം അവർക്കും സന്തോഷമില്ല അത് ഉപയോഗിക്കുന്നതിന്. അവർക്ക് ആ നോഷൻ ഓഫ് ആബ്സല്യൂട്ടിസ്റ്റ് ആ കൺസെപ്റ്റ് ലിറ്ററൽ മീനിങ് ആണെങ്കിലും അല്ലെങ്കിൽ കൊണോട്ടേഷൻ പറഞ്ഞാൽ ആ ലിറ്ററൽ മീനിങ്ങിന് അപ്പുറം വേറെ ചില ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. ആ ടേംസിലായാലും അവർക്ക് ഒരു they're against the concept of absolutism. ബട്ട് അങ്ങനാണെങ്കിലും അവർ ഉപയോഗിക്കാറുണ്ട്. ഉദാഹരണം, ആബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ ഒരു പ്രയോഗമുണ്ട്. ആബ്സല്യൂട്ട് ആയിട്ടുള്ള എന്താണ് ഇൻ ടേംസ് ഓഫ് സ്പേസ് ആബ്സല്യൂട്ട് നോഷൻ ഓഫ് സ്പേസ് ആബ്സല്യൂട്ട് ആകുന്നതുണ്ട്. നോഷൻ ഓഫ് ടെമ്പറേച്ചർ ആബ്സല്യൂട്ട് ആകുന്നത് കാണുന്നുണ്ട്. ഫിസിക്സിൽ രണ്ടും കാണുന്നുണ്ട്. പിന്നെ അങ്ങനെ രണ്ട് മെയിൻ പോയിന്റ്സ് സ്പേസും ടെമ്പറേച്ചറും അതാണ് ഇതിനകത്ത് കൂടുതൽ കാണിക്കുന്നത്. അപ്പൊ സ്പേസിന്റെ കാര്യം പറയുമ്പം ക്ലാസിക്കൽ മെക്കാനിക്സിൽ, അതായത് ന്യൂട്ടോണിയൻ പണ്ടത്തെ ക്ലാസിക്കൽ ന്യൂട്ടൺസിന്റെ ഫസ്റ്റ് സെക്കൻഡ് ലോ തേർഡ് ലോ പ്രകാരവും പിന്നെ ഐൻസ്റ്റൈനിന്റെ റിലേറ്റിവിറ്റി മെക്കാനിസവും അതിൽ രണ്ടും വെച്ച് സ്പേസിന്റെ കാര്യം എങ്ങനെ ആബ്സല്യൂട്ടായിട്ട് പറയാന് അവർക്ക് ഒരു പ്രയാസം വരുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്ന് പറയുന്നത്. അപ്പോൾ കൂടുതലും ഈ സ്പേസിനെ കുറിച്ചാണ് അങ്ങോട്ട് പറയുന്നത്. ടെമ്പറേച്ചറിനെ കുറിച്ച് കുറച്ചേ ഉള്ളൂ. അതാ ഫസ്റ്റ് പാരഗ്രാഫിലാണ്. അല്ല, എനിക്കൊരു സംശയം വന്നേ അമ്മ. ഇത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ നമുക്ക് ഓക്കെ വി ക്യാൻ സേ, കാരണം അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ദാറ്റ് ഇസ് ഇൻമെഷറബിൾ ആയിട്ട് ഒരു ഇതിൽ വരുന്നത്. അബ്സല്യൂട്ട് എന്ന് പറയുന്ന അഫ്കോഴ്സ് അമ്മ ഈ പറഞ്ഞ കണക്ക് they are averse to that term. They want a certitude in everything. They want a constant in everything. Yes. That is why they rather than using this term, when it goes to a immeasurable extent, they goes to the concept of they use the term constant. Immeasurable ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നേ. പക്ഷെ എനിക്കിൻ്റെ അകത്തൊരു സംശയം വന്നേ അമ്മേ, ഇതിൽ ആദ്യം നമ്മൾ യൂക്ലിഡ് സ്പേസ് എന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ അതിന് മുമ്പേ യൂക്ലിഡ് സ്പേസിലോട്ട് വരുന്നതിന് മുമ്പേ മറ്റേ കാര്യത്തില് എന്തും കൊണ്ട് അവർക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവിടെ പറയുന്നുണ്ടല്ലോ അവര് ഇൻഡിപെൻഡന്റ്, സെൽഫ് സഫിഷ്യന്റ്, പ്യൂർ, അൺചേഞ്ചിങ് ഓർ കോൺസ്റ്റന്റ് ഫാക്ടേഴ്സ് wherever they come into scientific discussion are often referred to as being absolute. അപ്പോ ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ആബ്സല്യൂട്ട് സീറോയ്ക്ക് എന്താണ് അവർക്ക് അവേഴ്സ് ആകാൻ കാരണം? അതുകൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണമല്ലോ. അപ്പൊ അവിടെ എന്താ ടെമ്പറേച്ചർ സീറോ ആകുന്നു, അപ്പൊ കോൺസ്റ്റന്റ് അല്ലേ, ഇൻഡിപെൻഡന്റ് അല്ലേ? ആ രീതിയിൽ ചിന്തിച്ചു കൂടെ? പക്ഷെ അങ്ങനെ ആ കൊണോട്ടേഷൻ അതാ പറയുന്നത്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പം അതിന്റെ ലിറ്ററൽ മീനിങ് മാത്രമല്ല, അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. ടെമ്പറേച്ചർ സീറോ ആകും, പക്ഷെ ടെമ്പറേച്ചറിന്റെ ഒപ്പം ആ തന്മാത്രകളുടെ അറേഞ്ച്മെന്റ്, അവയുടെ എനർജി, അതെല്ലാം നോക്കണം. കാരണം ഈ ആബ്സല്യൂട്ട് സീറോ എന്തിനെ സംബന്ധിച്ചാണ് ഇവർ പറയുന്നത്? വാതകം ഫിസിക്സില് കരം പദാർത്ഥം, വാതകം, കരം, ദ്രാവകം, വാതകമുണ്ട്. ഈ വാതകത്തിന്റെ ഒരു ഒരു ലോ, ചാൾസ് ലോ എന്ന് പറയുന്നതിനെ അനുബന്ധിച്ചതാണ് ഇത്. അവിടാണ് ഈ സീറോ വരുന്നത്. ലിക്വിഡ് ആൻഡ് ഗ്യാസിയസ് സ്റ്റേജസിന്റെ കുറച്ച്
ഈ ഗ്യാസിയസ് സ്റ്റേജിന്റെ ഒരു ഇതാണ് നമ്മൾ ഈ പറയുന്നത്. അതിന്റെ ഒരു ഗ്യാസ് എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിനെ നമ്മൾ വർണ്ണിക്കണമെങ്കിൽ 4 പാരാമീറ്റേഴ്സ് വേണം. ടെമ്പറേച്ചർ, പ്രഷർ, വോള്യൂം. 3 മുഖ്യമായിട്ട് 3: ടെമ്പറേച്ചർ, പ്രഷർ, വോള്യൂം. അതാണ്. പിന്നെ മാസം കാണും. പക്ഷെ ഈ 3 എണ്ണമാണ് വാതകത്തിനെ സംബന്ധിച്ച് അത് വ്യാപിക്കുന്നതല്ലേ. വ്യാപിക്കുമ്പോൾ അതിന് പ്രഷർ ഉണ്ടാവും, അതിന് വ്യാപ്തം ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും. അപ്പൊ അതിനകത്തെ ആ സിസ്റ്റത്തിനെ വർണ്ണിക്കേണ്ട 2 പാരാമീറ്റേഴ്സ്, അതായത് വോള്യൂം, ടെമ്പറേച്ചറിനെ സംബന്ധിച്ചാണ് ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഉണ്ടാവും, ടെമ്പറേച്ചർ ഉണ്ടാവും, സ്പേസ് ഉണ്ടാവും, അല്ലേ? അതൊക്കെ ഉണ്ടാവും. സ്പേസ് വേണം. സ്പേസ് ആണ് നമ്മൾ വോള്യൂം എന്ന് പറയുന്നത്, വ്യാപ്തം. കാരണം തന്മാത്രകൾ മാത്രമല്ല, വാതകത്തിന്റെ തന്മാത്രകളുടെ ഇടയ്ക്ക് സ്പേസും ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പൊ ഈ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് എന്തോ ടെമ്പറേച്ചർ ആണ്. ആബ്സല്യൂട്ട് സീറോ ഇസ് ദ ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് തെർമോഡൈനമിക് ടെമ്പറേച്ചർ സ്കെയിൽ എന്ന് അവിടെ പറയുന്നുണ്ട്. Scientists are against absolutist notion. Still they use it in varying meaning. For example, they use it as absolute zero temperature. It is a kind of ultimate limit. അപ്പൊ നമ്മൾ ആബ്സല്യൂട്ട് എന്ന് പറയുന്ന മറ്റേ തരത്തിലും പറയുമ്പോൾ അൾട്ടിമേറ്റ് അല്ലേ, അദ്വൈതം അങ്ങനെ പറയും. ഇറ്റ് ഈസ് ദ കൈൻഡ് ഓഫ് അൾട്ടിമേറ്റ് ലിമിറ്റ് ഇൻ ദ മെഷർമെന്റ് ഓഫ് ഹീറ്റ്. താപം അല്ലെങ്കിൽ ചൂട് അളക്കാൻ ഉള്ള ഒരു അളവുകോലാണ് താപനില. അത് ഡിഗ്രീസിലാകാം, ഫാരൻഹീറ്റിലാകാം, പിന്നെ വേറെ ഒരു സ്കെയിൽ കൂടെ ഉണ്ട്. ഇറ്റ്സ് കോൾഡ് കെൽവിൻ സ്കെയിൽ. അപ്പോ ആബ്സല്യൂട്ട് സീറോ ഇസ് ദ ലോവസ്റ്റ് ലിമിറ്റ് ഓഫ് ദ thermodynamic temperature scale at the Kelvin scale. Kelvin scale ഉള്ള സീറോ ആണത്. A state at which the energy of the cooled gas particle reaches the minimum value. Taken as the minimum value. അപ്പോൾ ഈ സീറോ ടെമ്പറേച്ചറിൽ വാതകത്തിനെ തണുപ്പിച്ച്, ഇപ്പൊ നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ ഒരു കണ്ടെയ്നറിൽ പ്രഷർ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നു ഗ്യാസിന്റെ. പക്ഷെ പിന്നെ ഇതിന്റെ വ്യാപ്തം മാറ്റാൻ പറ്റും ഒരു അഡ്ജസ്റ്റ്മെന്റും കൊണ്ട്. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ചുകൊണ്ടിരുന്നാൽ ആ ഗ്യാസിന്റെ ഒരു പിസ്റ്റണൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ വ്യാപ്തമൊക്കെ മാറും. അപ്പൊ അതിങ്ങനെ മാറി കുറഞ്ഞിട്ട് ടെമ്പറേച്ചർ കുറയും തോറും വ്യാപ്തം കുറഞ്ഞ് എം ടി സ്പേസ് കുറഞ്ഞ് അവസാനം വരുമ്പം ഈ കുഞ്ഞു പാർട്ടിക്കിൾസ് എല്ലാം അടുപ്പിച്ച് വന്ന് വ്യാപ്തം കുറയുമെങ്കിലും ആബ്സല്യൂട്ട് സീറോയിൽ വന്ന് കൂടിയിരിക്കുമ്പം ഇതിന്റെ എനർജി പൂജ്യമല്ല. ഇതിനൊരു എനർജി ഉണ്ട്, അത് പൂജ്യമല്ല. അത് ഒരു അമൗണ്ട് കാണും. എന്താണ് ആ അമൗണ്ട് എനർജിയുടെ? ആ തന്മാത്രയ്ക്കകത്ത് ഇലക്ട്രോൺസും ഒക്കെ സ്പിന്ന് ചെയ്യും. ഇലക്ട്രോൺസ് ഒക്കെ ന്യൂക്ലിയസിന്റെ ചുറ്റും സ്പിന്ന് ചെയ്യുമ്പം അതിനൊരു ഇൻഹെറന്റ് പൊട്ടൻഷ്യൽ എനർജി എന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ എനർജിയുടെ വാല്യൂവിൽ വന്ന് നിൽക്കും, അല്ലാതെ സീറോ എനർജി അല്ല. അപ്പൊ ആബ്സല്യൂട്ട് സീറോ എത്തുമ്പം കെൽവിൻ സ്കെയിലിൽ ആബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത് ഡിഗ്രീസ് സെൽഷ്യസിൽ -273 ഡിഗ്രീസ് ആണ്. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം തെർമോമീറ്ററൊക്കെ വെച്ച് നോക്കുമ്പം നമ്മുടെ ടെമ്പറേച്ചർ ബോഡി എത്ര ആയിരിക്കും? 97 to 99 ഫാരൻഹീറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ 37 ഡിഗ്രി സെൽഷ്യസ്. ആ 37 ഡിഗ്രി സെൽഷ്യസ് വീണ്ടും നമ്മുടെ ബോഡി ടെമ്പറേച്ചർ ആ താപനിലയിൽ നിന്ന് കുറഞ്ഞിട്ട് -273. ഓർത്തോണം, സീറോ അല്ല, സീറോ കഴിഞ്ഞിട്ട് പിന്നെയും കുറയുന്നു. അപ്പൊ മൈനസ് പോയിട്ട് -273.15 ഡിഗ്രി സെൽഷ്യസ് എത്തുമ്പോഴാണ് ഈ കെൽവിൻ സ്കെയിലിൽ പൂജ്യമാകുന്നത്. ആ താപനിലയിൽ തന്മാത്രകളെല്ലാം അടുത്ത് വന്നിട്ട് ഗ്യാസിന്റെ വാതകം കുറയുമ്പം ആ ടെമ്പറേച്ചർ 0 ഡിഗ്രി കെൽവിനെയാണ് അവർ ആബ്സല്യൂട്ട് പറയുന്നത്. പക്ഷെ അതിനകത്ത് എന്താ ഒരു കുഴപ്പം? വൈ ദേ ആർ hesitant to accept it? It is because under those circumstances at absolute zero, at that temperature, thermodynamic temperature, അപ്പൊ ടെമ്പറേച്ചർ മാറിക്കൊണ്ടിരുന്ന് ഈ മിനിമം ആയ ടെമ്പറേച്ചർ വന്നിട്ടും അതിന്റെ എനർജി എന്തോ ആയിട്ടില്ല, കുറഞ്ഞിട്ടില്ല. മീൻസ് ഇറ്റ്സ് നോട്ട് സീറോ, there is a value in it. അതിനൊരു എനർജി ഉണ്ട്.
ഇൻട്രിൻസിക് എനർജി എന്ന് പറയാം. അതിന്റെ ആ തന്മാത്രകളുടെ ഒരു ഊർജ്ജമുണ്ട്. അതുകൊണ്ടാണ് ഇത് ആബ്സല്യൂട്ടായിട്ട് എടുക്കാൻ ഉള്ള ഒരു പ്രയാസം അവർക്ക്. കാരണം അത്രയും പെർഫെക്റ്റ് ആയിട്ടില്ല, അത്രയും കോൺസ്റ്റന്റ് ആയില്ല ഊർജ്ജം. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയി, ഇൻഡിപെൻഡന്റ്, സെൽഫ് സഫീഷ്യന്റ്, പ്യുവർ, അൺചേഞ്ചിങ്, കോൺസ്റ്റന്റ് ഫാക്ടർ ടെമ്പറേച്ചർ ആയി. പക്ഷേ അതിന്റെ കൂടെ ഉള്ള വേറൊരു ഫാക്ടർ കൂടെ ഇതിനകത്തൊരു വേർഡ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇൻ ഇറ്റ്സ് വേരിങ് കൊണോട്ടേഷൻസ് ഓർ ഡിനോട്ടേഷൻസ്. ഡിനോട്ടേഷൻസ് എന്ന് പറഞ്ഞാൽ ലിറ്ററൽ മീനിങ്, എക്സാക്ട് മീനിങ്. പക്ഷെ കൊണോട്ടേഷൻ എന്ന് പറഞ്ഞാൽ 0 കെൽവിൻ എന്ന് പറയുന്നത് വെറും ആ മീനിങ് മാത്രമല്ല, അതിനപ്പുറം വേറെ ഫാക്ടേഴ്സ് ലൈക്ക് മൂവ്മെന്റ് ഓഫ് ദ പാർട്ടിക്കിൾസ്, എനർജി ഓഫ് ദ പാർട്ടിക്കിൾസ്, അതുകൂടെ കരുതേണ്ടി വരും, അതുകൂടെ കൺസിഡർ ചെയ്യണം. അപ്പൊ അത് കൺസിഡർ ചെയ്യുമ്പം കൊണോട്ടേഷൻസിൽ പറയുമ്പം ഇതിന്റെ ആബ്സല്യൂട്ട്നെസ്സിന് ഒരു പൂർണ്ണതയില്ല. അങ്ങനെ അതുകൊണ്ടാണ് അവർ ഹെസിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കാര്യം അങ്ങനെ എനിക്ക് ഇതിനകത്തൊന്ന് പറയാൻ പറ്റും. മറ്റേ ഈ സ്പേസിന്റെ കാര്യം പറയുവാണെങ്കിലും മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സ്, ഇദ്ദേഹത്തിന്റെ സബ്ജക്ട് ഫിസിക്സ് ആണ്. അപ്പൊ ഇപ്പൊ പറഞ്ഞ വാതകത്തിന്റെ ഒക്കെ പറഞ്ഞത് അതും ഭൗതിക ശാസ്ത്രമാണ്, മെറ്റീരിയൽസിന്റെ ആണ്, മെറ്റീരിയൽസിന്റെ ഗേഷ്യസ് സ്റ്റേറ്റ്. പിന്നെ ഇത് വരുമ്പോൾ അടുത്ത പോയിന്റ് പറയുന്നത് മെക്കാനിക്സ് ആണ്. അത് പലതരം മെക്കാനിക്സ് ഉണ്ട്. ന്യൂട്ടോണിയൻ മെക്കാനിക്സ് എന്ന് പറയും, ക്ലാസിക്കൽ മെക്കാനിക്സ് എന്ന് അറിയപ്പെടും. രണ്ടും ഒന്ന് തന്നെയാണ്. പിന്നെ അത് മോഷൻസ് ഓഫ് പാർട്ടിക്കിൾസിന് ഡീൽ ചെയ്യുന്നതാണ്. പിന്നെ വരുന്നത് റിലേറ്റിവിസ്റ്റിക് മെക്കാനിക്സ്, അതായത് ഈ ഐൻസ്റ്റൈനിന്റെ മോഷൻസ് ഓഫ് പാർട്ടിക്കിൾസ് തന്നെയാണ് അവിടെ ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഉണ്ട് ക്വാണ്ടം മെക്കാനിക്സ്. അതെന്തിന്റെ മോഷൻസ് ആണ് ഡീൽ ചെയ്യുന്നത്? ചെറിയ കണികകൾ, അതിസൂക്ഷ്മമായ ഇലക്ട്രോൺസിന്റെയും ഒക്കെ ചലനം ആണ് അവിടെ ഡീൽ ചെയ്യുന്നത്. ആറ്റംസിന്റെ ചലനം, അതിനെക്കാട്ടിൽ സബ് അറ്റോമിക് പാർട്ടിക്കിൾസ്, അതിനെക്കാട്ടിൽ ചെറിയ ഇലക്ട്രോൺസിന്റെ ചലനം, അല്ലെങ്കിൽ സൂക്ഷ്മതയുടെ പല തലം എടുത്താൽ തന്മാത്രകൾ, ആറ്റംസ് കഴിഞ്ഞിട്ട് അതിനെക്കാട്ടി ചെറുതായിട്ടുള്ള ഇലക്ട്രോൺസ്, ഇവയുടെ എല്ലാം ഒരു മോഷനെ കുറിച്ച് ഡീൽ ചെയ്യുന്ന ക്വാണ്ടം മെക്കാനിക്സ് ആണ്. അങ്ങനെ 3 എണ്ണമുണ്ട്. അപ്പൊ ഇത് ക്ലാസിക്കൽ ന്യൂട്ടോണിയൻ മെക്കാനിക്സും റിലേറ്റീവ് മെക്കാനിക്സും ആണ് ഈ സ്പേസിനെ കുറിച്ച് നമ്മുടെ ഈ ഹീറ്റിന്റെ കാര്യം, ടെമ്പറേച്ചറിന്റെ കാര്യമുള്ള പാരഗ്രാഫ് 1, നെക്സ്റ്റ് പാരഗ്രാഫ് എല്ലാം കവർ ചെയ്ത് നമ്മൾ ഐൻസ്റ്റൈൻ റൈറ്റ്സ് എന്ന് പറയുന്നതും അത് കഴിഞ്ഞിട്ട് അടുത്ത പേജിൽ ഓൾമോസ്റ്റ് ടിൽ ദ എൻഡ് വരെ വരുന്നത് ഈ സ്പേസിനെ കുറിച്ചാണ്. സ്പേസ് ആണ് ഇവര് എന്താണ് ആബ്സല്യൂട്ടായിട്ട് എടുക്കാൻ എന്തും കൊണ്ട് അവർക്ക് വിഷമം. ആ കാര്യങ്ങളാണ് ഇങ്ങനെ മുന്നോട്ട് പോയി പറയുന്നത്. ആ ഒരു കാര്യം വരുമ്പം അതും ഒരു അപ്പം ഇനി ശരത്ജി നോക്കിയിട്ട് ആ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. മുന്നോട്ട് ആ പാട്ടൊന്ന് പറഞ്ഞു. എന്തും കൊണ്ടാണ് ആ നോഷൻ ഓഫ് സ്പേസ്, നോട്ട് നോഷൻ ഓഫ് ടെമ്പറേച്ചർ ഓർത്തോണം, നോഷൻ ഓഫ് ആബ്സല്യൂട്ടിന്റെ ആ നോഷൻ എന്തും കൊണ്ട് സ്പേസിനെ സംബന്ധിച്ചുള്ള ആ നോഷൻ ഓഫ് ആബ്സല്യൂട്ട് എന്തും കൊണ്ട് ഇറ്റ് ഇസ് കണ്ടംഡ്, അങ്ങനെയാണ് പറയുന്നവർ അല്ലേ, ഇറ്റ് ഇസ് കണ്ടംഡ് എന്ന്. ഇഫ് യു ടേക്ക് ദ നോഷൻ ഓഫ് സ്പേസ് ഇൻ യൂക്ലിഡ് ഇസ് എ മാത്തമാറ്റീഷ്യൻ ഹു ഡീൽസ് വിത്ത് ജിയോമെട്രി. അദ്ദേഹത്തിന്റെ ജിയോമെട്രി എന്ന് പറയുമ്പോൾ എന്താ, ഈ പടമൊക്കെ വരയ്ക്കുന്നതല്ലേ, ട്രയാങ്കിൾ. അപ്പൊ സ്പേസ് ഇൻക്ലൂഡ് ചെയ്യുമല്ലോ. അപ്പൊ ആ ഒരു അപ്പൊ അതിനകത്ത് ക്ലാസിക്കൽ മെക്കാനിക്സ് ആണത്. അവിടെ അവർ പറയുന്നത് വി സീ ദാറ്റ് ഇറ്റ് ഇസ് നൗ കണ്ടംഡ് ആസ് അൺസാറ്റിസ്ഫാക്ടറി. ഇത് ഞാൻ യൂക്ലിഡ് മെക്കാനിക്സിനെ കുറിച്ച് ജസ്റ്റ് ഞാൻ ഇങ്ങനെ വായിച്ചു പോയപ്പം അവിടെയാണ് ആദ്യം ഈ 3 ഡയമെൻഷണൽ കോൺസെപ്റ്റ്സ് ഒക്കെ വന്നത്. അപ്പം അതിൻ്റെ അകത്ത് ബട്ട് അത് പോയിന്റ് ടു പോയിന്റ് എന്ന രീതിയിലായിരുന്നു അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് പോയിരുന്നത്. പക്ഷേ ആസ് ടൈം പാസ്റ്റ് ഇതിന്റെ അകത്ത് ഈ സ്പേസിന്റെ കൂടെ തന്നെ അതാണ് റിലേറ്റിവിറ്റി കൊണ്ടുവന്നത്. ഇനി മനസ്സിലാക്കിയതാണ് ഞാൻ പറയുന്നത്. അപ്പോഴാണ് ഐൻസ്റ്റീൻ വന്നിട്ട് ടൈം എന്ന് പറഞ്ഞ സാധനവും ഇതിലേക്ക് കൊണ്ടുവന്നു. അപ്പൊ അതൊരു 4 ഡയമെൻഷണൽ കോൺസെപ്റ്റ് ഇതിലേക്ക് വന്നു.
എങ്കിൽ തന്നെയും ഇത് 4 ഡയമെൻഷണൽ കോൺസെപ്റ്റിൽ വന്ന് ന്യൂട്ടോണിയൻ ആ തിയറി അവര് റിജക്ട് ചെയ്തെങ്കിൽ തന്നെയും ഈ പറയുന്ന ഈ അബ്സല്യൂട്ട് എന്ന് പറയുന്ന നോം 4 ഡയമെൻഷണൽ സ്പേസ് ടൈം കൂടി ചേർന്ന് വന്നെങ്കിലും അദ്ദേഹം അത് റിജക്ട് ചെയ്യുന്നില്ല. അത് ഇദ്ദേഹം എഴുതിയിരിക്കാൻ എനിക്ക് അതിന്റെ സയന്റിഫിക് ടെമ്പർ കിട്ടുന്നില്ല എങ്കിലും ഞാൻ ജസ്റ്റ് അദ്ദേഹം എഴുതിയേക്കുന്ന സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കോട്ട് ചെയ്തേക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം. അത് അതിൽ എനിക്ക് ആകെ മനസ്സിലായത് ഈ ഒരു 3 4 ഡയമെൻഷനിൽ വന്ന് ടൈം ചേർത്തു എങ്കിൽ തന്നെയും അപ്പം അതോടി വന്നു കഴിയുമ്പോഴും അത് അബ്സല്യൂട്ട് നോഷനിലേക്ക് തന്നെയാണ് അദ്ദേഹം പറയുന്നതെന്ന് പറയുന്നു. എങ്കിൽ ജസ്റ്റ് അത് എഴുതിയേക്കുന്നത് ഞാൻ ഒന്ന് വായിക്കാം. വിത്ത് ദ ഡിസ്കവറി ഓഫ് ദ റിലേറ്റിവിറ്റി ഓഫ് സൈമൾട്ടേനിറ്റി space and time were merged in a single continuum in the same way as the 3 dimension of space had been before. അപ്പം അതിൻ്റെ അകത്ത് ഈ 3 dimensional സ്പേസിന്റെ കൂടെ as a continuum, as a simultaneity, time was also added. Included. Physical space was thus increased to a 4 dimensional space, which also included the dimension of time. The 4 dimensional space of the special theory of relativity is just as rigid and absolute as Newton's space. അപ്പം അതെന്തുകൊണ്ടാണ് ആ ഒരു വാക്ക് പറഞ്ഞിരിക്കുന്നത് എന്ന് മനസ്സിലായില്ല. അതിനകത്ത് അത് മനസ്സിലാക്കണമെങ്കിൽ ഇതിന് മുമ്പേ ഉള്ള പാരഗ്രാഫില് ലാസ്റ്റ് 4 സെന്റൻസ് ഒന്ന് വായിച്ചേ. ഓൺ ദ വൺ ഹാൻഡ് വി ഫൈൻഡ് that while Einstein strongly condemned Newton's idea of space as absolutist, he openly admits on the other hand that his own frame of reference for his special theory of relativity is as absolutist as that of Newton. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ ആ ആബ്സല്യൂട്ടിസ്റ്റിന്റെ കൺസെപ്ഷൻ ഓഫ് സ്പേസ് അത് മെച്ചപ്പെട്ടതൊന്നുമല്ല, അത് ഏതുപോലെ തന്നെയാണ് ന്യൂട്ടോണിയൻ കൺസെപ്റ്റ് പ്രകാരം. അപ്പോൾ ന്യൂട്ടന്റെ ഇതിനകത്ത് ന്യൂട്ടോണിയൻ അല്ലെങ്കിൽ ക്ലാസിക്കൽ മെക്കാനിക്സ് സ്പേസ് എന്ന് പറയുന്നത് എന്തിനു വേണം? ഇപ്പം ഞാൻ ഒരു മുറിക്കകത്ത് ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുവാണെങ്കിൽ ആ പോയിന്റ് റിഫർ ചെയ്യണമെങ്കിൽ ഞാൻ നിൽക്കുന്ന പോയിന്റിനെ ആസ്പദിച്ച് കുറച്ച് മാറി ഒരു സെന്റർ ഒരു പോയിന്റ് എടുത്തിട്ട് അവിടെ നിന്ന് എക്സ് ആക്സിസ് വൈ ആക്സിസ് സെഡ് ആക്സിസ് വേണം. അപ്പോ ആ ഒരു പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പൊ ഒരു സ്ഫിയർ പോലെ എടുക്കുവാണെങ്കിൽ അത് 4 നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് 8 ഡിവൈഡ് ചെയ്തിട്ട് മുകളിലത്തെ ഒരു ഉണ്ടല്ലോ സങ്കല്പിക്കുക ഇങ്ങനെ. അതായത് ഞാൻ ഒരു സ്ഫിയർ ഒരു പോയിന്റ് നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്തേ പറ്റും. അപ്പൊ ഈ മൂന്ന് റെഫറൻസ് വേണം. 3 ഡയമെൻഷനൽ എക്സ് വൈ സെഡ് ആക്സിസ് വേണം. അതെ അതെ. അപ്പം ഈ ഒരു പോയിന്റ് ഓഫ് റെഫറൻസിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണോ? അതാണോ ഉദ്ദേശിക്കണത്? അപ്പൊ അത് തന്നെ. അപ്പൊ ഇത് ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഡീൽസ് വിത്ത് മോഷൻസ് ഓഫ് ബോഡി. അപ്പൊ ഒരു ബോഡി ഒരു സ്ഥലത്തു നിന്ന് മറ്റേടത്ത് പോകുമ്പോൾ അതിന്റെ ഫോഴ്സിനെ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇതിന്റെ പൊസിഷൻ കാണിക്കണം. With respect to x, y, z axis, where is it? After some time, where does it go? അത് എന്തിനറിയണം? വലിയ പാർട്ടിക്കിൾസ് ഓബ്ജക്ട്സിലെ ഗ്രഹങ്ങൾ മാത്രമല്ല, ഫുട്ബോൾ മാത്രമല്ല, കുഞ്ഞു പന്ത് മാത്രമല്ല, ഇലക്ട്രോൺസിനെ കുറിച്ചുകൂടെ പിന്നെ പറയണം. പക്ഷെ ഇലക്ട്രോൺസിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഡയമെൻഷന് അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി ചേഞ്ചസ് ഇൻ ടു ക്വാണ്ടം മെക്കാനിക്സ്. അത് വേറേതാണ്, അതിനകത്തെ റൂൾസ് ഒക്കെ വേറേതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം 3 ഡയമെൻഷൻ വേണം. അപ്പൊ പ്യോർ ന്യൂട്ടോണിയൻ മെക്കാനിക്സിൽ സ്പേസിനെ വർണ്ണിക്കണമെങ്കിൽ 3 ഡയമെൻഷൻ വേണമായിരുന്നു. അത് മതിയായിരുന്നു, അങ്ങനെ എടുക്കുമായിരുന്നു. പക്ഷെ ആ സ്പേസ് ഇദ്ദേഹം പറഞ്ഞു ന്യൂട്ടനത്തെ റൂൾസ് പ്രകാരം. ദാറ്റ് ഇസ് വാട്ട് ഹി സേ. ന്യൂട്ടൺ ഐഡിയാസ്, Einstein strongly condemned Newton ideas of space as absolutist. അത് ആബ്സല്യൂട്ട് ആണെന്ന് അദ്ദേഹം പറഞ്ഞെങ്കിലും അതിനോട് യോജിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇദ്ദേഹം ടൈം ഫാക്ടർ കൊണ്ടുവന്നെങ്കിലും ആൻഡ് മേഡ് ഇറ്റ് 4 ഡയമെൻഷൻ. ഈ 3 ഡയമെൻഷനിലോട്ട് ടൈമൂട് കൊണ്ടുവന്നിട്ട് ആ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിക്ക് വേണ്ടി ടൈമൂട് അതിനകത്ത് ഉൾപ്പെടുത്തിയപ്പോൾ അപ്പോഴും അദ്ദേഹം പറയുന്നത് ഹിസ് ഓൺ ഫ്രെയിം ഫോർ റെഫറൻസ് അതും is as absolutist as that of Newton. എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റേതിനെക്കാട്ടും മെച്ചപ്പെട്ടതൊന്നുമല്ല, എന്നാ താങ്ങില്ല, അതുപോലെ തന്നെയാണ്
എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ XYZ സംബന്ധിച്ച് റെഫറൻസ് പറഞ്ഞത്, അതുപോലെ ഈ 4 dimensional സ്പേസ് എന്ന് പറയുന്നത് ഓഫ് ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, അതായത് സൈമൾട്ടേനിയസ് മോഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്പേസിൽ 2 ഓബ്ജക്ട്സ്, ലൈറ്റ് ഇങ്ങോട്ട് നീങ്ങുന്നു, ഒരു മനുഷ്യൻ അങ്ങോട്ട് നീങ്ങുന്നു, ദാറ്റ് വേ, ഓർ എനി ഓബ്ജക്ട് മൂവിങ് ഇൻ 1 ഡയറക്ഷൻ, അല്ലെ ഗ്രഹങ്ങൾ ഒന്ന് അങ്ങോട്ട് നീങ്ങുന്നു, ലൈറ്റ് ഇങ്ങോട്ട് നീങ്ങുന്നു. അപ്പൊ ആ റിലേറ്റീവ് മോഷന് അതിൻ്റെ ആയ ഒരു പൊസിഷനിൽ നിന്ന് ആ പൊസിഷനെ സംബന്ധിച്ച് XYZ പിന്നെ ടൈമും വരുന്നു. അതും വരുമ്പം ആ ഒരു സ്പേസും അതും റിജിഡ് തന്നെയാണ്. ഏതിന്റെ പോലെ? മറ്റേ നമ്മുടെ ന്യൂട്ടോണിയൻ ഇതിന്റെ പോലെ അത് റിജിഡ് ആണ്, എന്താ ആബ്സല്യൂട്ടും ആണ്. ആസ് ഇൻ ന്യൂട്ടോണിയൻ സ്പേസ് പോലെ തന്നെയാണ്, അതുപോലെ തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ അത് അത്രയും റിജിഡും അല്ല. കാരണം റിലേറ്റിവിസ്റ്റിക് സ്പേസ് ഇസ് നോട്ട് റിജിഡ് എന്നൊരു കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിന്റെ നമ്മൾ പറഞ്ഞ ഈ 4 ലൈനിന്റെ മുകളിൽ ഒരു ലൈൻ ഉണ്ട്. റിലേറ്റിവിസ്റ്റിക് സ്പേസ് ഇസ് നോട്ട് റിജിഡ് ആൻഡ് അഡ്മിറ്റ്സ് ഓഫ് സം ക്വാളിറ്റീസ് സച്ച് ആസ് കർവേച്ചർ ഓർ എലാസ്റ്റിസിറ്റി. അതുകൂടെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം അത്രയും റിജിഡ് ആൻഡ് ആബ്സല്യൂട്ട് ആണെന്ന് പറയാൻ പറ്റില്ലെന്ന് പറയാൻ കാരണം അതാണ്. ഐൻസ്റ്റൈൻ പറയാനുള്ള കാരണം അതാണ്. അതുകൊണ്ട് സ്പേസ് ആയാലും ടെമ്പറേച്ചർ ആയാലും ഈ സാധാരണ മനുഷ്യൻ, ലേമാൻ, ഇതൊന്നും അറിയാത്തവൻ, അയാൾക്ക് സാമാന്യ കോമൺ സെൻസ് ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ, അങ്ങനെ ഒരു റൂളൊന്നും ഇല്ലാതെ ചുമ്മാ അതങ്ങനെ ആർബിട്രറി ആയിട്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അവരെ കളിപ്പിക്കുന്നത് പോലെ അവർക്ക് തോന്നും. അങ്ങനെ തന്നെയാണ് തിയോളജിയൻസ്, ഈശ്വരന്റെ കാര്യം പഠിപ്പിക്കുന്ന അവരുണ്ടല്ലോ, സീക്കേഴ്സ് ഓഫ് നോളജ്. അവരും ചിലതൊക്കെ മറ്റേ എപ്രയോറി തലത്തിൽ അബ്സല്യൂട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പം അതും, അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റ് ആണെന്ന് പറയുമ്പം അതും അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ആ ഗളിബിൾ മൈൻഡ്സ്, അതായത് ഇതിന്റെ അകത്ത് വാട്ട് ദേ ആർ സേയിങ് ദാറ്റ് ഈ പറയുന്ന സ്പേസും ടൈമും ഇതൊക്കെ വന്ന അപ്പൊ അതിൻ്റെ അകത്ത് ഒരു അബ്സല്യൂട്ട് കോൺസെപ്റ്റ് ഉണ്ട്, അല്ലൊരു സർട്ടിറ്റ്യൂഡ് ഇല്ല. ഒരു ഇത് വരുമ്പോൾ laymen are not satisfied that this കാരണം സയന്റിഫിക് അത് പ്യുവർ സയൻസിൽ ഇരിക്കുന്നവർക്ക് they say that absolutely അവർ അക്സെപ്റ്റ് ചെയ്യുന്നു. കാരണം സബ്റ്റിൽ നോളജിലേക്ക് അവർ വന്നു. അപ്പൊ ഒരു ലേമൻ എങ്കിലും അവർക്കും തൃപ്തികരമല്ല. കുറച്ച് അവർക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ തന്നെയും ഇപ്പൊ ഐൻസ്റ്റീനും അവരൊക്കെ പറയുന്നത് ഫൈനലി ദേ ആർ അക്സെപ്റ്റിംഗ് ദാറ്റ്. അതാണല്ലോ നമ്മൾ വായിച്ചത്. പക്ഷെ ഇതിന്റെ അകത്ത് ഒരു ഇന്റർമീഡിയറ്റ് ലെവലിലുള്ളത് സോ കോൾഡ് സയന്റിഫിക് ടെമ്പേർഡ് മൈൻഡ്, ദേ ആർ ഫെൽറ്റ് ലെറ്റ് ഡൗൺ. അത് തന്നെയാണ് ഈ പറയുന്ന ഈ എപ്രയോറി പ്രിൻസിപ്പിൾസിലും വരുമ്പം അബ്സല്യൂട്ടിന്റെ കാര്യങ്ങള് ഈ പറയുന്ന ഐൻസ്റ്റീൻ അവർക്ക് ദേ ടോക്ക് അബൌട്ട് അബ്സല്യൂട്ട് ദിസ് തിങ്. ബട്ട് തിയോളജീഷ്യൻ ഓർ സ്പിരിച്വൽ ആസ്പിറൻസ് who is aspiring to that level, they are not able to absorb that final absolute context, absolute term or that truth in the same plane as the Einstein has construed as Swami Ramana Maharshi or Paramahamsaji or avadhoothji. ആ രീതിയിലോ ഉള്ള ഒരു ഈ ഫൈനൽ സ്റ്റേജിലുള്ള അതായിരിക്കും നമുക്ക് ഒരു നമ്മുടെ ഒരു ഡിസ്കഷനിൽ നമുക്ക് ഒരു കമ്പാരിസൺ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. എന്റെ തിയറീസ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണമല്ലോ. അപ്പം ആ ഫൈനൽ പ്ലെയിനിലുള്ളവർക്ക് ദേ നോ ഇത് പറയുന്ന ഒരു അബ്സല്യൂട്ട് ആണ്. യു കനോട്ട് there is a space where you cannot define or give ഇത് പറഞ്ഞ. അപ്പൊ അമ്മ നേരത്തെ പറഞ്ഞ ടെമ്പറേച്ചറിന്റെ ആസ്പെക്റ്റിൽ വന്നാലും ഇതെല്ലാം ഇതിലാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അതേ കണക്ക് തന്നെ ഇവിടെയും ഈ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ലേമാനിന്റെയും കാര്യം പറഞ്ഞു. അതായത് ലേമാന് ഈ സയന്റിസ്റ്റിന്റെ കയ്യിൽ നിന്നാണെങ്കിലും തിയോളജിയൻസ് അല്ലെങ്കിൽ എപ്രയോറി പ്രകാരം ആണെങ്കിലും അവർക്ക് ദേ ഫീൽ ലെറ്റ് ഡൗൺ എന്ന് പറഞ്ഞില്ലേ, അത് പിന്നെ അടുത്ത ലൈനിലും പറയുന്നുണ്ട്. We do not know, for example, whether we have to consider space as tending to become more absolutist or relativist in character. എന്നിട്ട് അതെങ്ങനെ കിട്ടുന്നെന്ന് പറഞ്ഞാൽ മാട്രിക്സ് കാൽക്കുലേഷൻ ഉണ്ട്. അതെ, ഈ ഓരോ മോഷന് പ്രകാരം ആ മോഷൻ വിത്ത് റെസ്പെക്ട് ടു XYZ
അതിന്റെ ആ പൊസിഷനും ഒക്കെ വെച്ച് മാട്രിക്സ് എഴുതിയിട്ട് ആ മാട്രിക്സിനെ ഗുണിച്ചിട്ട് അതിൽ നിന്ന് ചില മോഷൻസിനെ കുറിച്ചുള്ള മോഷൻ ഓഫ് പാർട്ടിക്കിൾസിനെ കുറിച്ച് ഓഫ് ബോഡീസിനെ കുറിച്ച് ചില കാര്യത്തിൽ വന്നെത്തും. ആ ഒരു കണക്കൊക്കെയാണ് ഈ ലോബാഷെവിസ്കിയൻ ആൻഡ് റീമനിയൻ മാട്രിക്സ് ഒക്കെ. അത് നമുക്കറിയില്ല എന്താണെന്ന്. അതിനകത്ത് ടൈമോട് ഉൾപ്പെടുത്തിയ സ്പേസും ടൈമും പിന്നെ എന്താണ് റിലേറ്റിവിറ്റിയോ കണ്ടിന്യൂം അതെല്ലാം കൂടെ വരുവാണെങ്കിൽ അങ്ങനത്തെ കാൽക്കുലേഷന് മിൻകോസ്കി എന്നൊക്കെ പറയും. അത് നമുക്കറിയില്ല അതെങ്ങനെയാ ആ മാട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഒന്നും എനിക്കും അറിയില്ല അതിനകത്ത്. പക്ഷെ ആ മാട്രിക്സ് കണക്ക് മാത്തമാറ്റിക്സ് ഉപയോഗിക്കാറുണ്ട് അവിടെ. മാട്രിക്സ് ഉപയോഗിക്കാറുണ്ട് ഈ തരം വെക്ടോറിയൽ ക്വാണ്ടിറ്റീസും ഒക്കെ these are all mathematicians. അപ്പോൾ ജോമെട്രിയുടെ കോൺസെപ്റ്റും ഒക്കെ ഇതിലേക്ക് കൊണ്ടുവരും. ടൈമും സ്പേസും അതിന്റെ കൂടെ ഈ മാത്തമാറ്റിക്കൽ കോൺസെപ്റ്റ്സ് കൂടി അതിന്റെ അകത്ത് കൊണ്ടുവരുവാണ്. അപ്പൊ അങ്ങനെ വന്നാൽ വാട്ട് വിൽ ഹാപ്പൻ? പിന്നെ അത് ടൈം കൊണ്ടുവന്നാൽ പിന്നെ ഒരു കാര്യമാണ് സൈമൾട്ടേനിറ്റി ഉണ്ടാവും. പക്ഷേ ഇൻസ്റ്റെഡ് ഓഫ് ഇഫ് യു ടേക്ക് ടൈം ഇൻസ്റ്റെഡ് ഓഫ് സ്പേസ്, ആ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഇവന്റ്സ് നടക്കൂല ടൈം എടുത്താൽ. പക്ഷെ സ്പേസ് വെച്ചാൽ സ്പേസ് പിന്നെ എന്താണ് സ്പേസ് ടൈം ഇല്ലാതെ സ്പേസും കണ്ടിന്യൂവും പിന്നെ അത് മാത്രം എടുത്താൽ എന്നാൽ ആ സൈമൾട്ടേനിയസ് ആയിട്ടുള്ള ഈവന്റ്സ് നടക്കും. അതായത് റിലേറ്റിവിസ്റ്റിക് തിയറിന്റെ ആ പരിധിയിൽ വരും. ഇതൊന്ന് എനിക്കൊന്ന് ഒരു ചെറിയൊരു ബ്രേക്ക് വേണം. അത് ഈ ഒരു സംഭവം ഐ ആം നോട്ട് ഗെറ്റിംഗ് ഇറ്റ്. Don't worry. I tell you one thing. Don't go too much into details. This paragraph only tells you that this much. അതായത് ന്യൂട്ടോണിയനകത്തെ 3-dimensional സ്പേസ്, മറ്റേതിന്റെ റിലേറ്റിവിസ്റ്റിക് തിയറിയിൽ 4-dimensional സ്പേസ്. ആ രണ്ട് സ്പേസ് എടുത്തിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം രണ്ടിനകത്തെയും സ്പേസിന്റെ നോഷൻ whether it's absolute or relativistic. നമ്മുടെ ഐൻസ്റ്റൈനിൽ വരുമ്പോൾ റിലേറ്റിവിസ്റ്റിക്, അവിടെ ടൈമും വരും, അങ്ങനെ വരും. അപ്പം വരുമ്പം അപ്പോഴും അവർക്ക് ഉറപ്പില്ല ഇത് ആബ്സല്യൂട്ട് ആണോ. what will happen, space has to be measured. അത് പോട്ടെ. If you think of time instead of space, we find the simultaneity of two events is summarily excluded from the way of thinking adopted by Einstein. അതിന്റെ നെറ്റ് റിസൾട്ട് ഇതാണ്. നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. Because the notion of time will too easily attain an absolute status. അത് കിട്ടാൻ simultaneity of events in space is admitted by the relativist. അപ്പോ ആബ്സല്യൂട്ട് ആണോ റിലേറ്റിവിസ്റ്റ് ആണോ എന്ന് തീരുമാനിക്കാൻ പാടാണ്. അതുകൊണ്ടാണ് നമുക്കിവിടെ ഈ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ആണെങ്കിലും റിലേറ്റിവിറ്റി മെക്കാനിക്സ് ആണെങ്കിലും നമുക്ക് ഒരു ഈ ആബ്സല്യൂട്ട് എന്ന് പറയുന്ന ടേം സയന്റിസ്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനെ സംബന്ധിച്ച്? സ്പേസിനെ സംബന്ധിച്ച്. അപ്പോ അത് ബുദ്ധിമുട്ടാ പറയാന്. പക്ഷെ അതിനെന്താണ് പറയുന്നത് അടുത്ത്? സ്പേസ് ഹാസ് ടു ബി മെഷേർഡ് ബോത്ത് ബൈ ഇറ്റ്സ്. എന്താ അതിനകത്തെ ഷോർട്ട് കമ്മിങ്? സ്പേസ് ഹാസ് ടു ബി മെഷേർഡ് ബൈ ഇറ്റ്. അല്ലേ, സ്പേസ് ഹാസ് മെഷേർഡ് ബൈ ദി ക്യാരക്ടർ ഓഫ് വേക്കൻസി. അത് ഒഴിഞ്ഞിരിക്കുവാണോ അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും അറിയാൻ പറ്റുന്നത്, അതായത് സെൻസ് ചെയ്ത് പറയാൻ പറ്റുന്നത്, മനസ്സിലായോ? ഗ്രഹിക്കാൻ പറ്റുന്നത്. ടാൻജിബിൾ എന്ന് പറഞ്ഞാൽ തൊടാൻ പറ്റുന്നത്. എങ്ങനെ? സെൻസും കൊണ്ട് തൊടാൻ പറ്റുന്നത്. അല്ലെങ്കിൽ സംതിങ് റിയൽ ഈവൻ ഇഫ് ഇറ്റ് ഇസ് എപ്രയോറി, അങ്ങനെയും കിട്ടാമെങ്കിൽ ആ രണ്ട് കാര്യം ഉണ്ടോ എന്ന് അതുകൂടെ അറിഞ്ഞാലേ ഉള്ളൂ കുറച്ചുകൂടെ ആബ്സല്യൂട്ടിസ്റ്റിലോട്ട് പോകുന്ന അല്ലെങ്കിൽ റിലേറ്റിവിസ്റ്റിലോട്ട് പോകാൻ പറ്റുന്നത്. സ്പേസ് ഹാസ് ടു ബി മെഷേർഡ്, നോട്ട് വെറും എം ടി ആണെന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. സ്പേസ് ഹാസ് ടു ബി മെഷേർഡ് ബോത്ത് ബൈ ഇറ്റ്സ് ക്യാരക്ടർ ഓഫ് വേക്കൻസി as by its capability of being filled with something real or tangible at one and the same time. അപ്പൊ രണ്ട് പോയിന്റിൽ നിന്ന് ധ്രുവത്തിൽ നിന്ന് നമ്മൾ പിന്നെയും പോകണം. എം ടി ആണോ അല്ലെങ്കിൽ ഫിൽഡ് വിത്ത് തിങ് ആണോന്ന് അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ഷോർട്ട് കമ്മിങ് ഉണ്ടെങ്കിൽ നമുക്ക് ആബ്സല്യൂട്ടിന്റെ കാര്യം പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. സ്പേസിനെ കുറിച്ച് ആ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഇദ്ദേഹം പിന്നെ എഴുതുന്നത്. സ്പേസിനെ കുറിച്ചുള്ളതാണ് അടുത്ത പാരഗ്രാഫിൽ എഴുതുന്നത്. Then if two bodies are of equal value for filling of one such interval,
they will also prove of equal value for filling up of other intervals. Intervals എന്ന് പറഞ്ഞാൽ സ്പേസ് പറയാം കേട്ടോ. The interval is thus shown to be independent of the selection of the special body to fill it. The same is universally true of spatial relations. അപ്പൊ ബോഡി തമ്മിലുള്ള റിലേഷൻ തന്നെയാണ് സ്പേഷ്യൽ റിലേഷൻ തമ്മിലും. ബോഡി അങ്ങ് എടുത്താലേ അവിടെ സ്പേസ് ഇല്ലേ? ഉണ്ടല്ലോ. ബോഡിക്ക് ഒരു റൗണ്ട് ഷേപ്പ് ഉണ്ട്, വേറെ ഒരു ബോഡിക്ക് സ്ക്വയർ ഷേപ്പ് ഉണ്ട്. ഇത് രണ്ടും മാറ്റിയാലും ആ രണ്ട് സ്പേസ് അങ്ങനെ തന്നെ ഉണ്ടല്ലോ. അപ്പൊ മാസ് ആയാലും എംപ്റ്റി സ്പേസ് ആയാലും അത് ടാൻജിബിൾ ആയാലും റിയൽ അല്ലേ, റിയൽ ആയിട്ടുള്ളതായാലും അവിടെ സ്പേസ് ഉണ്ട്. It is plain that this independence, which is a principal condition of the usefulness of framing purely geometrical concept, is not necessarily a priori. ആവണമെന്നില്ല ഇല്ലേ? ഇതൊരു വസ്തുതയല്ലേ, കണ്ണും കൊണ്ട് കാണാൻ പറ്റുന്നതല്ലേ, സെൻസ് ചെയ്യാൻ പറ്റുന്നതല്ലേ സ്പേസ് അല്ലേ? അപ്പൊ സെൻസ് ബോഡി അല്ലേ, നമുക്ക് കൺസെപ്റ്റ് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇറ്റ്സ് നോട്ട് നെസസറിലി എ പ്രയോറി എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിൽ മനനം ചെയ്തെടുക്കുന്നതല്ല ഈ ജോമെട്രിക്കൽ കൺസെപ്റ്റ്സ് ഒക്കെ. ജോമെട്രിക്കൽ ഷേപ്പും ഫ്രെയിംസും പിന്നെ സ്പേസും അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റും സ്പേസ്. സോ ഡിറ്റാച്ച്ഡ് ആസ് ഇറ്റ് ഈസ് ഫ്രം ഇത് അമ്മ നോക്കോ. ദിസ് ഇസ് ഐ തിങ്ക് ഇസ് ദ ക്രക്സ് ഓഫ് ദിസ്. In my opinion, this concept of the interval, yes, detached as it is from the selection of any special body to occupy it, right, it is a starting point of the whole concept of space. Yes. Appam സ്പേസ് എന്ന് പറയുന്നത് there is an interval between that. അപ്പൊ ഇതൊരു ക്വാണ്ടിഫൈ ചെയ്ത് നിങ്ങൾക്ക് എടുക്കാൻ പറ്റത്തില്ല. എടുക്കാനായിട്ട് പറ്റില്ല. ആ ഇന്റർവെൽ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇതിന്റെ അകത്ത്. ദ കോൺസെപ്റ്റ് ഓഫ് ഇന്റർവെൽ ഡിറ്റാച്ച്ഡ് ആസ് ഇറ്റ് ഫ്രം ദ സെലക്ഷൻ ഓഫ് എനി സ്പെഷ്യൽ ബോഡി ടു ഓക്യുപ്പൈ. അപ്പൊ ആ ബോഡി ഇല്ലെങ്കിൽ അത് നിമിത്തം ഇത് ബാധകപ്പെടുന്നില്ലെന്നാണ്. ഡിറ്റാച്ച്ഡ് ആസ് ഇറ്റ് ഇസ് ഫ്രം ദ സെലക്ഷൻ ഓഫ് എനി സ്പെഷ്യൽ ബോഡി ടു ഓക്യുപ്പൈ. ഈ സ്പേസിന് ഇന്റർവെല്ലിന് അവിടെ പിന്നെ ഏത് ബോഡി വരുന്നു എന്ന് പ്രശ്നമില്ല. That is the starting point of the whole concept of space, considered then from the point of view of sense experience. അതാണ്. അപ്പോൾ അവിടെ സെൻസ് എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഓബ്ജക്റ്റ് മാറ്റിയാൽ അവിടെ നിന്ന് അവിടെ സ്പേസ് ഉണ്ട്, അത് സെൻസ് ചെയ്യാൻ പറ്റും കണ്ണും കൊണ്ട്. ഇപ്പൊ എൻ്റെ ഒരു നമ്മുടെ മുമ്പേ മേശപ്പുറത്ത് ഒരു ബുക്ക് ഉണ്ടെങ്കിൽ ആ ബുക്ക് മാറ്റിയാൽ ആ സ്പേസ് നമുക്ക് കാണാൻ പറ്റുമല്ലോ. The point of view of sense experience, the development of the concept of space seems, after these brief indications, to conform to the following schema: solid body, spatial relation of solid bodies, interval, space. Looked at this way, space appears as something real in the same sense as solid bodies. Solid body മാറ്റിയാലും അവിടെ സ്പേസ് ഉള്ളത് it seems the same as solid body. അപ്പൊ അങ്ങനെ വരുന്നത് എന്താണ് ആ ഒരു ടേം ആണ് എനിക്ക് ഒരു ക്യാച്ച് കിട്ടാത്തത്. ഏത് ഇന്റർവെൽ എന്ന് പറഞ്ഞത് എന്താണ് അതിന്റെ ഒരു സയന്റിഫിക് പ്രിൻസിപ്പിൾ? ഇന്റർവെൽ എന്ന് പറയുമ്പോൾ ഇടയ്ക്കുള്ള വെടം. If two bodies are of equal value for the filling of one such interval, if two bodies are of equal value for the filling of one such interval, they will also prove of equal value for filling of the other interval. രണ്ട് ബോഡി അടുത്തുണ്ട്, അതുപോലെ വേറെ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെയും അതുപോലെ അവിടെ ഉണ്ടാകാം. അതർ ഇന്റർവെൽ മീൻസ് വിൽ ബി അതർ സ്പേസ്. അപ്പൊ അങ്ങനെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ചാൽ
സോളിഡ് ബോഡി ഉണ്ട്, ഇന്റർവെല്ലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ അടുപ്പിച്ച് വേറെ ഒരു ഇന്റർവെല്ലിലും വെച്ചാൽ. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാലും അവിടെ എന്ത് തന്നെ ആയിരിക്കും? സ്പേസ് തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിൽ നോക്കുമ്പം ആ ജോമെട്രിക്കൽ ഷേപ്സ് മാറ്റിയാലും അവിടെ സ്പേസ് ഉണ്ട്. എന്നിട്ട് അപ്പോൾ അങ്ങനെ വരുമ്പം that space can be considered to be equivalent, that solid body space appears as something real in the same sense as the solid bodies. The paradox involved here is glossed over by modern relativists who do not wish to characterize pure space either as relativist or absolute in status. അപ്പോഴും അവർക്ക് അത് ആബ്സൊല്യൂട്ടിസ്റ്റ് ആണോ റിലേറ്റിവിസ്റ്റ് ആണോ എന്ന് പറയാൻ ഒരു ഒരു ഡൗട്ടുണ്ട്. അതിന് പകരം അത് പറയുന്നതിന് പകരം അവർ മൂന്നാമത്തെ ഒരു സാധനത്തിനെ എടുക്കും, ലൈറ്റിലേക്ക് പോകും. അത് പെർസീവബിൾ ആയതുകൊണ്ട് ദാറ്റ് ഈസ് ദേ പ്രിഫർ റാദർ. ഇപ്പൊ മറ്റേതിനെ പെർസീവ് ചെയ്യാൻ കുറച്ച് പാടാണെങ്കിലും നമ്മൾ ഈ ഡിഫിക്കൽറ്റി നമ്മളിപ്പോ ഫേസ് ചെയ്ത സാധാരണക്കാരനെ സംബന്ധിച്ച്, ലേമനെ സംബന്ധിച്ചോളം സ്പേസ് ആൻഡ് ടൈം എന്ന് വെച്ചാൽ അത് ക്വാണ്ടിഫൈ ചെയ്ത് കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അതിന്റെ കാരണം അത് ഒരു ഇൻടാഞ്ചിബിൾ ലെവലിലേക്ക് നിൽക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. ബട്ട് ലൈറ്റ് എന്ന് പറയുന്ന പെട്ടെന്ന് വരുമ്പോൾ ഒരു ലേമനെ സംബന്ധിച്ചിടത്തോളം അവന് ക്വാണ്ടിഫൈ ചെയ്ത് പെർസീവ് ചെയ്ത് പറയാനായിട്ട് അവന് കൂടുതൽ കംഫർട്ടബിൾ ആണ്. പക്ഷെ അതിന്റെ ഡയമെൻഷൻ ഇതിന്റെ അപ്പുറമാണ്. അതാ താഴോട്ട് പറയുന്നുണ്ട്. Man of common sense has a right object physicists to claim even here that the ray of light comes within the scope of perceivability, which is the single condition dividing physics from metaphysics. അത് പക്ഷെ കിട്ടണമെങ്കിൽ ഒരു വലിയ സംഖ്യ അല്ലേ ഇതിന്റെ പറയുന്നത്. അതാണ് പിന്നെ ഇതേ കണ്ണ ഈ മൈക്കൽസൺ മോർലി എക്സ്പെരിമെന്റ്. അപ്പൊ ഈതർ എന്ന് പറയുന്ന ഇതില്, അതായത് നമ്മൾ സ്പീഡ് ഓഫ് ലൈറ്റ് സ്പേസില് റിലേറ്റീവ് ടു ദ മൂവ്മെന്റ് ഓഫ് ദ എർത്ത് അല്ലേ. ഈതർ എന്ന് പറയുന്നത് ഒരു ഗേഷ്യസ് അല്ലേ, ലൂമിനാർ ഈതറോ അങ്ങനെ കണ്ട അവര് ആ ഒരു കോൺസെപ്റ്റിന് വെച്ചേക്കുന്നത് ടു മെഷർ അല്ലേ ദ മൂവ്മെന്റ് ഇൻ ദ സ്പേസ് മൂവ്മെന്റ് ഓഫ് ദിസ് തിങ്. അപ്പം അങ്ങനെ നോക്കി പറഞ്ഞപ്പം അവിടെ ശരിക്കും ഒരു ഈതർ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ആ സ്പേസിൽ കൊണ്ടുവരാൻ പറ്റുന്നില്ല അല്ലേ. അതെ, കോമൺ സെൻസ് എക്സ്പീരിയൻസിൽ അത് വരത്തുമില്ല അല്ലേ. അപ്പം ഈ സ്പേസിനെ ഈ ലൈറ്റ് കൊണ്ട് ഡിഫൈൻ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് അത് സാധ്യമല്ല. The relative speeds of position of the observers or the motion itself of the source of light that they observe do not in the least affect this factor, referring to light in its power to fill space. അപ്പോൾ അത് അവർക്ക് ഒബ്സർവ് ചെയ്യാൻ ഒരു പാടാണ്. അപ്പൊ അവർ കേൾക്കും, ഇങ്ങനെ പറയും ഇത്രയും തൗസൻഡ്സ് ഓഫ് ലൈറ്റ് ഇയേഴ്സ് ആണ് ഇത് ട്രാവൽ ചെയ്യാൻ. revealing that the astounding fact of the total absence of any ponderable either postulated by classical physicists as a sort of substitute for some absolute medium for light to travel through. Modern physicists refuse to recognize this kind of space with an absolutist character. അവരത് സ്വീകരിക്കുന്നില്ല. സയന്റിസ്റ്റ് തന്നെ, ഫിസിസിസ്റ്റ് തന്നെ. അപ്പൊ ഈ പറയുന്ന ഈതർ എന്ന് പറയുന്ന ഇതിലേക്ക് അവര് ഒരു ആട്രിബ്യൂട്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ അത് ഫെയിലിയർ ആയി. എങ്കിൽ തന്നെ സോ കോൾഡ് മോഡേൺ ദിസ് physicists fail to are not ready to accept this kind of space. The above epoch-making experiment has laid bare the fact of that light travels at an enormously high velocity, ungraspable to common sense experience, and what is more, that the relative speed or positions of the observers or the motion itself of the source of light that they observe do not in the least affect this factor, referring to light in its power to fill
all the spaces. അപ്പം ഈ പറയുന്ന ആ സ്പീഡിന്റെ ലൈറ്റിനെ ഈ സോഴ്സ് ഓഫ് ലൈറ്റിന്റെ ഇതിൽ വെച്ചോ കൊണ്ടോ ഒബ്സർവറിന്റെ അളവുകൾ കൊണ്ടോ ഒന്നും നമുക്ക് ലിമിറ്റ് ചെയ്ത് മെഷർ ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ പറയുന്നത്? One hears such statements as thousands of light years for a layer to travel from a distant star before it reaches an observer on Earth. 300,000 kilometers per second has to be multiplied many times by time units before common sense is enabled even to think of such supposedly perceivable physical events. അപ്പൊ അതിന്റെ ആ ഒരു വ്യാപ്തിയെ കുറിച്ചാണ് പറയുന്നത്. അതെ സ്പീഡ് ഓഫ് ലൈറ്റ് അവർ പറയുന്നത് 3 × 10⁻⁻10 എത്രയോ മീറ്റേഴ്സ് കിലോമീറ്റേഴ്സ് പെർ സെക്കൻഡ് അങ്ങനെ ഏതാണ്ടാണ്. അപ്പൊ ആ പെർ സെക്കൻഡ് അപ്പൊ പിന്നെ ടൈം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആ വലിയ സംഖ്യ എന്തായിരിക്കും 10⁻10. അപ്പൊ ഡെസിമൽ പ്ലേസ് അങ്ങോട്ട് വലത്തോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത്. അപ്പൊ വലിയ സംഖ്യ ഭീമമായ ഒരു സംഖ്യ വരുന്നത്. അപ്പൊ അതൊരു മനുഷ്യനിലേക്ക് പോവാണ് അല്ലേ? അതെ. അപ്പൊ അത് മനുഷ്യന് അവന്റെ കോമൺ സെൻസിന് എങ്ങനെ പെർസീവ് ചെയ്യാൻ പറ്റും? അതാണ്. So the man of common sense has a right to object to the physicist who claims even here that this ray of light comes within the scope of perceivability. അവർ പറയും അത് കാണാൻ പറ്റുന്നതാണെന്ന്, സെൻസ് ചെയ്യാൻ പറ്റുന്നതാണ്, which is the single condition dividing physics from metaphysics. അവരത് പറയും. The physicist thus, അതുകൊണ്ടാണ് ഇങ്ങനെ അവരത് ചെയ്യുന്നത്. The physicist thus rudely shocks and violates norms of common sense thinking. അപ്പോ അവർക്ക് sort of shaken to accept, like wanting the poor man in the street to believe in fables at least not less far-fetched than those sometimes woven by theologians. അവർ പറയുന്നത് പോലെ തന്നെ ഇവരും നമ്മളെ കൺവിൻസ് ചെയ്യാൻ നോക്കും. പക്ഷെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ കോമൺ സെൻസ് തിങ്കിങ് അനുവദിക്കില്ല. അവർ പറയുന്ന ലൈറ്റ് ഇസ് പെർസീവബിൾ എന്ന് പറയുന്ന കാര്യം തിയോളജൻസ് പറയുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, അബൌട്ട് ഗോഡ് ആൻഡ് ഓർ ദ റിയാലിറ്റി ആൻഡ് ഓൾ ദാറ്റ്. അത് രണ്ടും പാരഡോക്സിക്കൽ പോലെ വരും. Because the physicists do not want to give an absolutist. Let us go through that once more. Okay. Man of common sense has a right to object to the physicist who claims even here that this ray of light comes within the scope of perceivability, which is a single condition dividing physics from metaphysics. അപ്പൊ അതാണ്, that is true. അതായത് അവര് അബ്സല്യൂട്ടിനെ അക്സെപ്റ്റ് ചെയ്യാണ്. ഇവര് എങ്കിൽ തന്നെയും ഈ സത്യത്തിനെ ഇത് ഇൻമെഷറബിൾ ആണെന്ന് തന്നെ അവസ്ഥയിൽ വന്നാൽ തന്നെയും അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല ഫിസിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. അപ്പം ഈ കോമൺ സെൻസ് വെച്ചുള്ള സാധാരണ ലേമൻ, when they are pointing it or the common sense asks you puts it in this way, they are not ready to accept it. They won't accept it. കാരണം പെർസീവബിലിറ്റി എന്ന് പറഞ്ഞാലും ഫിസിസിസ്റ്റ് പറഞ്ഞാലും പെർസീവബിൾ ആണെന്ന് പറഞ്ഞാൽ പക്ഷെ മെറ്റാഫിസിക്സിൽ വരുമ്പോഴത്തേക്ക് they are able to accept it. അതാണ് ഈ മെറ്റാഫിസിക്സും ഫിസിസ്റ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസ്. The measure of acceptance of this imperceivable this thing. The physicist thus rudely shocks and violate norms of common sense thinking, warning the poor man in the street. Wanting the poor man in the street. Wanting the poor man in the street to believe in fables at least not less far-fetched than those sometimes woven by theology. അപ്പൊ ഏതാണ്ട് തിയോളജിയൻസ് യൂസ് ചെയ്യുന്ന അതേ ഇത് തന്നെ ഇവരും പറയുന്നത്. ഇവർ പറയുന്ന പെർസീവബിൾ ആണെന്ന് പറഞ്ഞാലും അതിന്റെ അടിസ്ഥാനത്തില് ഫിസിക്സിനെയും മെറ്റഫിസിക്സിനെയും അത് അക്സെപ്റ്റബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് ആബ്സല്യൂട്ട് ആണോ എന്ന് നമുക്കൊരു സംശയം ചോദിക്കും.
അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറഞ്ഞ ലൈറ്റ് ഇയേഴ്സിനെയൊക്കെ കൊടുത്ത് ഇത്രയും കിലോമീറ്റേഴ്സ് ആണ് ഇറ്റ് ടൈം. ഇത് ഇറ്റ് പെർസ്യൂബിൾ ടു എ കോമൺ സെൻസ്? ഇല്ല. കോമൺ സെൻസ് പോട്ടെ ഈ കോമൺ ഐ കണ്ണും കൊണ്ട് എന്തും കൊണ്ട് ഗ്രഹിക്കാൻ പോകുന്നത് ലൈറ്റിന്റെ സ്പീഡ്. അത് ഇൻസ്ട്രുമെന്റ്സ് വല്ലതും എടുക്കണം, ആ ഇൻസ്ട്രുമെന്റിന്റെ ഡേറ്റ നോക്കണം, ആ ഡേറ്റ നോക്കിയിട്ട് വേണം. അല്ലെങ്കിൽ എങ്ങനെ സണ്ണിന്റെ അവിടെ നിന്ന് സൂര്യപ്രകാശം വരുന്നത് എങ്ങനെ മെഷർ ചെയ്യും, എർത്ത് വരെ വരുന്നത് എങ്ങനെ മെഷർ ചെയ്യും? ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടോ? ആ ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്തു അതിൽ നിന്ന് കിട്ടുന്ന ഡേറ്റ വെച്ച് ആനലൈസ് ചെയ്യണം. ഇതെല്ലാം കണ്ണും കൊണ്ടൊന്നും കാണാൻ പറ്റത്തില്ല, അത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പം ഡേറ്റ കിട്ടണം. പക്ഷേ ഇതൊരു വലിയ ഒരു പ്രോസസ്സ് തന്നെയാണ്. അതായി വരുമ്പോഴത്തേക്ക് അവരങ്ങനെ പറഞ്ഞാലും പെർസീവബിൾ ആണ്, മെഷർ ഇൻസ്ട്രുമെന്റ് കൊണ്ടൊക്കെ ആണെന്ന് പറഞ്ഞാലും അത് അവർക്കും കോമൺ സെൻസ് തിങ്കിങ് അതാണ്. Because the physicists do not want to give an absolute status to pure space, they prefer to give more importance to velocity of light, which they characterize by the less pretentious yet synonymous term constant. അത് കുറച്ചുകൂടെ കോൺസ്റ്റന്റ്, സ്പീഡ് ഓഫ് ലൈറ്റ് കോൺസ്റ്റന്റ് എന്നാ പറയുന്നത്. ദാറ്റ് ഇസ് വൈ അവര് ആ ഒരു സത്യത്തെ അവര് അംഗീകരിക്കാനായിട്ട് അവര് പറയാൻ ഇമ്മെഷറബിൾ ആണത് സംഭവം, കോമൺ സെൻസ് തിങ്കിങ്ങിന് അപ്പുറമാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്. ഇപ്പൊ ഈ -2 സൈഡ് നേരത്തെ അമ്മ ഈ പറഞ്ഞ സംഭവം തന്നെ ഇത് ഈ പറയുന്ന ഒരു കോൺസ്റ്റന്റ് ലിമിറ്റിൽ അവർ കൊണ്ടിട്ടേക്കുന്നു. പക്ഷെ അത് തന്നെയാണോ പ്യൂർ എന്ന് പറഞ്ഞാൽ ടൈം ക്യാൻ ഓൺലി ടെൽ. അത് മാത്രമേ ഇപ്പൊ ഈ പറയുന്ന ഒരു സമയത്ത് ഈ പറയുന്ന ക്വാണ്ടം മെക്കാനിക്സ് വരുന്നതിന് മുമ്പേ ന്യൂട്ടോണിയൻ മെക്കാനിക്സ് ഉള്ള സമയത്ത് അതായിരുന്നു അന്നത്തെ സത്യം. ക്വാണ്ടം മെക്കാനിക്സ് വന്നപ്പോ അത് മാറി. ക്വാണ്ടം മെക്കാനിക്സ് വരുമ്പോ മാറും, അത് തന്നെ ഇനി അതേ കണക്ക് തന്നെ ദിസ് ഇസ് വാട്ട് ഇസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ ദിസ് ഓൾസോ. ഇപ്പൊ ഇതിന്റെ കാട്ടി ഇപ്പൊ ഹയർ ഇതിലേക്ക് ഇപ്പം ഈ ഇലക്ട്രോണിക്സിന്റെ ഇത് തിയറി തന്നെ ഇപ്പം സ്റ്റിൽ ഈ മോർ ഇത് ചെറിയ ഇതിലേക്ക് മൈക്രോ വരുന്ന ഓരോ കോൺസെപ്റ്റിലൊക്കെ പോകുന്ന കണക്ക് തന്നെ ടൈമിൽ ചേഞ്ച് ദിസ്. അപ്പം ഇതൊരു കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്ന സംഭവം തന്നെ ശരിക്കും നെഗേറ്റിംഗ് ദ ട്രൂത്ത് ആണ്. അതൊരു മെറ്റാഫിസിക്സ് തന്നെയാണ് ഇത്. If you come to examine impartially what the term constant is meant to imply to a normal man who is neither prejudiced in favor of physics nor of metaphysics, it is easy to see in the independent, pure and ultimately phenomenal status of the velocity of light, the rudiments at least of a notion of participating both ways, whether as an actuality or as an analogy, bridging as it were the intellectual gulf separating the domain of physics from that of metaphysics. അപ്പം ഈ പറയുന്നത് ഒരു ഇമ്പാർഷ്യലായിട്ട് ഈ കോൺസ്റ്റന്റിനെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ in the concept of velocity of light, അതിലേക്ക് നമുക്ക് നോക്കുമ്പോ തന്നെ ഈ പറയുന്ന ഈ അനോളജി, ഈ പറയുന്ന ആ ഒരു എന്താണ് അബ്സല്യൂട്ട് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഈ അക്സെപ്റ്റ് ചെയ്യാവുന്ന ഒരു ഇന്റലക്ച്വൽ ഇതുണ്ടല്ലോ, ഫെനോമിനൽ ആയിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. Whether it is an hello കേൾക്കുന്നുണ്ടോ? ഹലോ In fact, such expression as light of the world, as used in theology, justify such two-sided participation of transparency between the twin aspects involved. അപ്പം ഈ പറയുന്ന ഇതാണ് ഈ ലൈറ്റിന്റെ കോൺസെപ്റ്റ് തന്നെ എടുത്ത് ഇപ്പം അതിൻ്റെ അകത്ത് ഇപ്പം നമ്മൾ ഫിസിക്സിൽ നമ്മൾ പറഞ്ഞു ലൈറ്റിന്റെ നമ്മൾ മെഷർ ചെയ്യാനായിട്ടുള്ള ഡിഫിക്കൽട്ടി. അപ്പം ഇതാണെങ്കിൽ മെറ്റാഫിസിക്സിലും വരുമ്പോഴത്തേക്ക് എന്താണ് ലൈറ്റ് ഓഫ് ദ വേൾഡ്. കാരണം അപ്പം അതിന്റെ പ്രാധാന്യം തന്നെ അപ്പം പറയുകയാണ്.
ഇപ്പം ലൈറ്റ് ഓഫ് ദ വേൾഡ്, അതെ, ലൈറ്റ് ഓഫ് ദ വേൾഡ് ഫോർ പെർസെപ്ഷൻ ഓഫ് പെർസെറിബിലിറ്റി ആൻഡ് ഓൾസോ ലൈറ്റ് ഓഫ് ദ വേൾഡ് മറ്റേ തലത്തിൽ അല്ലേ, മറ്റേ എപ്രയോറി തലത്തിൽ. ഈ പറയുന്ന ഈ ലൈറ്റ് എന്ന് പറയുന്നത് രണ്ടിലും ഈ പറയുന്ന ഒരു അബ്സല്യൂട്ടിന്റെ ഒരു വ്യാപ്തി ഉള്ളതാണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഇന്റലക്ച്വലി ഇതിനെ, അപ്പൊ അത്ര ബ്യൂട്ടിയാണോ ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മള് ഈ മെറ്റാഫിസിക്സ് അപ്പൊ അദ്ദേഹം എത്രമാത്രം ഇതിന്റെ ഡെപ്തിലേക്ക് പോയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് നോക്ക്. അൺഇമാജിനബിൾ ഡെപ്തിൽ പോയിട്ടാണ് അതിനെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എവിടൊക്കെ പോയി, ടൈമിൽ പോയി, സ്പേസിൽ പോയി, അതിന്റെ കോണ്ടെക്സ്റ്റില് നമുക്ക് ലൈറ്റിനെ കുറിച്ച് പഠിക്കാനായിട്ട് അത് ആ സ്പേസിന്റെ റിലേറ്റീവായിട്ട് കൊണ്ടുവന്നു. അത് വെച്ചിട്ട് അതിന്റെ ആ ലിമിറ്റ്സ് നമുക്ക് കാണിച്ചു വന്നു. എന്നിട്ട് അതിനെ മെറ്റാഫിസിക്കൽ പ്ലെയിനിലുള്ള ലൈറ്റുമായിട്ട് കണക്ട് ചെയ്തു. അപ്പൊ ആ ഒരു ഇന്റലക്ച്വൽ പെർസ്പെക്റ്റീവ് അതിന്റെ അകത്ത് വരുന്നു. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് നമ്മൾ ഈ മെറ്റാഫിസിക്സിൽ ഈ പറയുന്ന സത്യവും ഇത് ഒന്നാണ് എന്ന് പറയുമ്പോൾ ഈ എഴുതിയ ആളുടെ ഒരു അങ്ങനെയാണ് നോർമേറ്റീവ് ആബ്സല്യൂട്ട് എന്ന് പറയുന്നതിന്റെ സർട്ടിറ്റ്യൂഡ് വരുന്നത്. അയ്യോ, അൺഇമാജിനബിൾ ഇതാണ്, എക്സ്പ്ലനേഷൻ ആണ്. അപ്പൊ ഇപ്പൊ നമുക്കത് ഇപ്പഴാ മനസ്സിലായത് എങ്ങനെ ഇത് ഇദ്ദേഹത്തിന്റെ സയന്റിസ്റ്റിന്റെ ലൈറ്റ് ഓഫ് ദ വേൾഡ് ഒരു വ്യാപ്തി എന്ന് പറയുന്നത് അസാധ്യം. ഇന്ന് രാവിലെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് വിചാരിച്ചിരുന്നത് two heads put together is better than one. ഇതെന്ന് വെച്ചാൽ അമ്മയുടെ ആ ഫുൾ ഇത്രയും ഒരു വ്യാപ്തമായ സയന്റിഫിക് നോളജും നമുക്ക് രണ്ടുപേർക്കുമുള്ള ഗുരുവിന്റെ ബ്ലെസ്സിങ്ങും നമ്മൾ ഇത്ര നാള് നമ്മൾ ചെയ്ത ഒരു സ്പിരിച്വൽ അനാലിസിസും അതിന്റെ ഒരു വേ ഓഫ് ലുക്കിംഗ് ഡീപ്പ് ഇൻ ടു ദ മീനിങ്സ്, ഇതൊക്കെ വെച്ച് എത്രമാത്രം ഒരു ഒരു ജൈജാന്റിക് ഒരു അഡ്വെഞ്ചർ ചെയ്തിട്ടാണ് എങ്കിൽ പോലും ആ ഡെപ്തിലേക്ക് അതിന്റെ ആഴങ്ങൾ എത്രമാത്രമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഓരോ സെന്റൻസിലും ഒരു ബ്യൂട്ടി ഉണ്ട്. അത് പറഞ്ഞിട്ട് അസിമുലേറ്റ് ചെയ്ത് ഇത് വന്നു കഴിഞ്ഞാൽ ഇതേ കണക്കൊരു പുസ്തകം ലോകത്തിൽ വേറെ ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഇത്ര ഡൈമെൻഷൻസ് ആണ് നമ്മളെ കൊണ്ടുപോകുന്നത്. അത് സയന്റിഫിക്കലി എക്സ്പ്ലെയിൻ ചെയ്തേക്കല്ലേ പറയുമ്പോ. സാധാരണ മനുഷ്യന് പിന്നെ വാട്ട് ഈസ് ഫിലോസഫിക്കൽ അവരനുഭവിച്ചറിഞ്ഞില്ലെങ്കിൽ പ്രയാസമാണ്. അപ്പൊ പിന്നെ അങ്ങനെ വരുമ്പം ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് പോയിട്ട് പെർസെപ്ഷനിലോട്ട് പോയിട്ട് അത് പെർസീവ് ചെയ്യാനുള്ള ഒരു ലൈറ്റ് ഉള്ളിൽ ഉണ്ടെന്ന് ആ ബ്രഹ്മത്തിലോട്ട് പോകുന്ന ഒരു ആ പോയിന്റ്, ദാറ്റ് ഈസ് ദ ബ്യൂട്ടി ഓഫ് ഇറ്റ്. അതങ്ങനെ കൊണ്ടുപോകുന്നത്. ഈ കാണുന്ന സാധനം പെർസീവ് ചെയ്യാൻ പറ്റുമോ എന്ന് ആ ഒരു കണ്ടീഷനിൽ നിന്നും ആ ലൈറ്റിൽ നിന്നും ആ ലൈറ്റ് കിട്ടിയിട്ട് പിന്നെ ആ ലൈറ്റിലോട്ട് പോകാൻ, ദ സുപ്രീം ലൈറ്റിലോട്ട് പോകാനുള്ള ആ കണക്ടിവിറ്റി അവിടെ കൊണ്ടുവരുന്നത്. അങ്ങനെ ആ ആബ്സല്യൂട്ടും ദ ലൈറ്റ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത്. ലാസ്റ്റ് പാരഗ്രാഫ് അമ്മേ, അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. The term absolute as used by the scientists undoubtedly leaves room for much clarification and precision. Space and time can be integrated more intimately than suggested by Minkowski, who at best leaves the notion in the form of an amalgam of space-like and time-like factors. Space-like and time-like factors. Giving primacy to space for purpose of physics rather than time, which would necessarily compel them to include it under the inner life experience of metaphysics. How such an integration is possible will become more and more evident as we proceed. അപ്പൊ അവിടെ ഒരു ഇതാണ്, ഇപ്പൊ മിൻകോവസ്കി ഇതാണെങ്കിൽ ടൈമും സ്പേസും ഉണ്ട്, അതൊരു ഇന്റഗ്രൽ അമാൽഗമേഷൻ വേണമെങ്കിൽ തന്നെയും അവര് കൂടുതൽ ചായ്വ് എന്തിലോട്ടാണ്? സ്പേസിലേക്കുണ്ട്.
അവര് ഫിസിക്സ് അതാണല്ലോ, സ്പേസ് ഫിസിക്കൽ കോണ്ടെക്സ്റ്റിലേക്ക് പോവുകയാണ്. അപ്പൊ ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ലിറ്റിൽ ബിറ്റ് ഓഫ് ഇമ്മെഷറബിലിറ്റി അതിന്റെ അകത്ത് വരികയാണ്. അപ്പൊ അതിലേക്ക് കാരണം അതിലേക്ക് വരുമ്പോഴത്തേക്ക് മെറ്റാഫിസിക്സിലേക്ക് പോകും. അപ്പൊ they are trying to consciously avoid this. How such an integration is possible will become more and more evident as we proceed. അപ്പം അടുത്ത ദിവസം നമുക്ക് 10th അല്ലെ, ഡയലക്റ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ആബ്സല്യൂട്ട്. അതും പറ്റുമെങ്കിൽ ഡയലക്റ്റിക്കൽ അപ്രോച്ച് ടു ദ നോഷൻ ഓഫ് ദ ആബ്സല്യൂട്ട് അത്രയും കവർ ചെയ്ത് പറ്റുമോ? അല്ല, ഡയലക്റ്റിക്കൽ അത് ഡയലക്റ്റിക്കൽ അപ്രോച്ച് നോഷനും പറ്റൂലായിരിക്കും, അത് വേണ്ട, നമുക്കിത് മാത്രം പോവാം. ഡയലക്റ്റിക്കൽ ഇംപ്ലിക്കേഷൻ ഓഫ് ദ കണ്ടന്റ് ഓഫ് ദ ആബ്സല്യൂട്ട് മാത്രം നോക്കാം. ഓക്കെ, ഡിസ്കണക്ട് ചെയ്തോ? ശരി.